Hey everyone, it's me Aisha and welcome back to my YouTube channel. അപ്പം ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇന്നൊരു വാട്ട് ഐ ഏറ്റിൻ്റെ ലോങ് വീഡിയോ ചെയ്താലോ എന്നുള്ളത്. ഇപ്പം ടൈം ഒരു 11 മണിയായി. ഞാൻ 10:30 ആകുമ്പോൾ എണീറ്റതായിരുന്നു. 11 മണിയായി. അപ്പം നമുക്ക് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ കഴിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ കുറച്ച് ആൽമണ്ട്സ് ആണ്. ഇത് എനിക്കും മക്കൾക്കും കൂടിയാണ് കേട്ടോ. ഞാനൊരു 3 എണ്ണമൊക്കെ കഴിക്കും. പിന്നെ അതാ ഫസ്റ്റ് ഞാനിതാ ഈ ഒരു ഐറ്റം കഴിക്കും. ബ്ലാക്ക് റൈസിൻസ് ഇല്ലേ, ഇത് ഞാൻ കൈ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഞാൻ ഒട്ടി കൊടുത്തിട്ട് ഇത് മൊത്തമായിട്ട് അങ്ങോട്ട് കുടിക്കലാണ് ചെയ്യൽ. ഇത് ഭയങ്കര ഈ അസിഡിറ്റി പ്രോബ്ലം ഉള്ളവർക്കൊക്കെ നല്ലതാണ് തോന്നുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് പിന്നെ ഇതിൻ്റെയൊക്കെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുടിച്ചതാണ്. അപ്പം ശരി, രാവിലെ നമുക്ക് കുഴപ്പമില്ല, വയറിനൊരു സുഖമുണ്ട് ഇത് കുടിക്കുമ്പോൾ. അപ്പം ഫസ്റ്റ് ഇത് കുടിക്കാം. അപ്പം ആൽമണ്ട്സ് വയ്ക്കാം. ഞാൻ ഇന്ന് ഗ്രീക്ക് യോഗേർട്ടിൽ മ്യൂസ്ലി ഇട്ടിട്ട് കഴിക്കാൻ വിചാരിച്ചിട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗ്രീക്ക് യോഗേർട്ട് ട്രൈ ആക്കുന്നത്. ഇതുവരെ ട്രൈ ആക്കിയിട്ടില്ല സംഭവം. അപ്പം ഞാൻ പ്ലെയിൻ ആട്ടോ, ഫ്ലേവേർഡ് അല്ല. ഞാൻ ഫ്ലേവേർഡിൽ മ്യൂസ്ലി ഇട്ടിട്ട് പിന്നെ പാലിൽ മ്യൂസ്ലി ഇട്ടിട്ടൊക്കെ കഴിച്ചിട്ടുണ്ട്. ഗ്രീക്ക് യോഗേർട്ടിൽ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു സംഭവം. അപ്പം ഇപ്പം ടൈം ഒരു 2 മണി ആയിട്ടുണ്ട് കേട്ടോ. ലഞ്ച് ഉണ്ടാക്കാം. ഞാൻ അതിനു മുന്നേ കുറച്ച് ആപ്പിൾസ് കട്ട് ചെയ്തിട്ട് കഴിക്കാൻ വിചാരിച്ചു. കട്ട് ചെയ്തതാ കണ്ടോ. എന്നാ ദീദിക്കൊക്കെ കൊണ്ട് കൊടുക്ക്. അപ്പം ആപ്പിളൊക്കെ കഴിക്കട്ടെ, എന്നിട്ട് വേഗം ലഞ്ച് ഉണ്ടാക്കണം. 2 എടുക്ക്. അപ്പം ലഞ്ചിൻ്റെ പരിപാടികൾ തുടങ്ങാം കേട്ടോ. ഇന്ന് ലഞ്ചിന് ചിക്കൻ ചുക്ക, വെജിറ്റബിൾ റൈസ്, പിന്നെ സാലഡ്, ഇത്രയും ഐറ്റംസാണ് ഞാൻ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനൊരു അര കിലോയും കുറച്ച് കുറവുള്ള ചിക്കനായിരിക്കും എടുത്തിട്ടുള്ളത്. ഞാൻ അതിലേക്ക് ഒരു 3 മീഡിയം സൈസുള്ള ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം ഈ ഒരു ഒക്കെ ആകുമ്പോൾ നമുക്ക് ഓയിലിനും കോരി മാറ്റി വെക്കാം കേട്ടോ. ഇനിയും ഡാർക്ക് കളർ ആവണ്ട, കാരണം ഇത് നമ്മൾ കോരി മാറ്റി കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒന്നുകൂടി ഡാർക്കാവും. അപ്പം ഈ ഒരു ഡാർക്ക് ആവുമ്പോൾ തന്നെ കോരി മാറ്റാം. അതിന് കുറച്ചുകൂടി ഉള്ളി കിട്ടാം, അതും കൂടി പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഉള്ളി നമ്മൾ പൊരിച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുറവായിരിക്കും ക്വാണ്ടിറ്റി. അപ്പം നമ്മൾ കുറച്ച് ചിക്കൻ ഇത്രയും ഉള്ളി എന്തിനാന്ന് നോക്കും, പക്ഷെ പൊരിച്ച് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി കുറയും. ഇനി ഇതും കൂടി റെഡി ആവട്ടെ. ഉള്ളി ഞാൻ ഓൾറെഡി ഫ്രൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെ അതാ ഈ കാണുന്ന മസാലകൾ ഇട്ട് കൊടുക്കട്ടോ. ഇതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇത്രയും ഐറ്റംസ് ആണ് കേട്ടോ. പിന്നെ ഉപ്പും ഉണ്ടായിരുന്നു അതിൽ, അതിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് മല്ലിയില, പുതിന, കറിവേപ്പില, പച്ചമുളക്, ഇത്രയും സാധനങ്ങളും. ഇനി ഞാനിതിലേക്ക് ഒരു 2 സ്പൂണ് തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഈ പൊടികളും കാര്യങ്ങളൊക്കെ നമ്മളെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിന് കറക്റ്റ് അളവ് പറയാത്തത്. ഈ മുളക് പൊടിയാണെങ്കിലും എരിവിനനുസരിച്ചിട്ട് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരിയാണ് എടുത്തത്. അപ്പോൾ നോർമൽ മുളക് പൊടിയാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ചിട്ടും ഒക്കെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഇനി കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് കൊടുക്കണം.
ഇനിയിപ്പം ഇത് ഏകദേശം നല്ലപോലെ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നോക്കിയിട്ട് ഉപ്പ് തൈര് ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി ഇട്ട് കൊടുക്കാത്തത് കൊണ്ട് തൈര് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം, ഒരു പുളീൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇനിയിപ്പം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം, ഫ്രൈ ചെയ്യല്ല, ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഇത് പൊരിച്ചില്ലേ, ഉള്ളി പൊരിച്ചില്ലേ, ആ സെയിം ഓയിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ആ ഒരു സെയിം ഓയിലിലേക്ക് ഈ ഒരു ചിക്കൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, കാരണം ചിലപ്പം അടി പിടിച്ചാലോ. അപ്പം ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് സെറ്റാക്കി കൊടുക്കാം. ഇനി വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് ഓൾറെഡി ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഫസ്റ്റ് ഞാൻ കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് കുറച്ചൊന്നായതിന് ശേഷം മാത്രം ബാക്കി ഈ വെജിറ്റബിൾസ് ക്യാപ്സിക്കും ബ്രോക്കലിയാണ് കൊടുത്തത്. എനിക്ക് നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം. ഞാനിപ്പം എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ്, അത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്തെടുക്കാം. ചിക്കൻ ചുക്ക എന്തായി നോക്കാം. ഏകദേശം അങ്ങനെ സെറ്റ് ആവുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കും. കാണാൻ തന്നെ നല്ല രസമില്ലേ. വീണ്ടും അടച്ച് കുക്ക് ചെയ്തെടുക്കാം. ക്യാരറ്റ് ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാപ്സിക്കം ബ്രോക്കലി ഇട്ട് കൊടുക്കാം. ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ടില്ല. വെജിറ്റബിൾസിന് ആവശ്യമായിട്ട് ഉപ്പ് മാത്രം കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് സെറ്റായി ആവട്ടെ. ഓവർ കുക്ക് ആവണ്ട, ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. നേരത്തെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി ഇതൊന്ന് സൈഡാക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു 2 എഗ് കൂടി ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും നന്നായിട്ട് ഏറ്റവും ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. അതാകുമ്പോൾ പിന്നെ എങ്ങനെയായാലും കഴിച്ചോളും. ഇവിടെ എൻ്റെ എസക്കും ഇസാനിക്കും ഒക്കെ വെജിറ്റബിൾ കഴിക്കാൻ ഭയങ്കര മടിയാട്ടോ. ഇപ്പോഴാണ് പിന്നെയും കുറച്ചെങ്കിലും കഴിക്കാൻ തുടങ്ങിയത്. ഞാൻ നിർബന്ധിച്ചിട്ട് ഉപ്പേരി അങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിപ്പിക്കാൻ തുടങ്ങിയത്, അതുപോലെ കറി ഒഴിച്ച് കഴിക്കാൻ തുടങ്ങിയത് ഇസാനൊക്കെ ഇപ്പോഴാട്ടോ. അതന്നെ വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും അങ്ങനെ നിർബന്ധിച്ച് ഇപ്പോൾ അങ്ങനെ കഴിച്ച് ഇപ്പോൾ ഒരു ഇഷ്ടം വരുന്നുണ്ട് എനിക്ക്. അപ്പം ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ റൈസൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും ചെറുതാക്കി കട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സോയ സോസും ഹോട്ട് ചില്ലി സോസും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം സംഭവം ഏകദേശം സെറ്റായി. അപ്പോൾ ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു റൈസിലേക്ക് മിക്സ് ചെയ്യണം. അപ്പം നമുക്ക് ഈ ഒരു റൈസിലേക്ക് ഇതൊന്ന് തട്ടി കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഈ റൈസ് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം പ്രഷർ എടുത്തിട്ട് മിക്സ് ചെയ്യേണ്ട കേട്ടോ, റൈസ് പൊടിഞ്ഞു പോകും. ഇതിപ്പോൾ അത്യാവശ്യം ചൂട് ഉണ്ട് കേട്ടോ റൈസ്, ഞാനിപ്പോൾ ആക്കി വെച്ചിട്ടുള്ളൂ. അതിപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇനി ഫ്ലെയിമിൽ വെക്കണ്ടെന്ന്, കാരണം റൈസ് അത്യാവശ്യം നല്ല ചൂടുണ്ടാവും. അപ്പം നമ്മളിത് മിക്സ് ചെയ്താൽ മതി, ഫ്ലെയിമിൽ വെക്കണ്ട കേട്ടോ. അപ്പം നമ്മൾ ചിക്കൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. കണ്ടോ, ഏകദേശം ഇതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഈ എണ്ണയ്ക്ക് ഇങ്ങനെ ചെയ്യുന്ന വന്നില്ലേ, നമ്മൾ ഇത്രയും ഓയിൽ ഒഴിച്ചിട്ടില്ല. ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ, പക്ഷെ ആ ഒരു ഉള്ളി പൊരിച്ചതൊക്കെ അല്ലേ, അതിനൊക്കെ ഇറങ്ങി വന്ന ആ ഒരു ഓയിൽ നോക്കിയത്.
നമ്മളെ ചിക്കൻ ചുക്ക ഏകദേശം സെറ്റായിട്ടുണ്ട്. ചിക്കൻ ഓക്കെ, ചിക്കനും വെന്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ചിക്കനും വെന്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ ലഞ്ച്. വെജിറ്റബിൾ റൈസ്, ചിക്കൻ ചുക്ക, സാലഡ്, പിന്നെ ഞാൻ കുറച്ച് ചില്ലി സോസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. സംഭവം നല്ല ടേസ്റ്റിനുണ്ടോ. ചിക്കൻ ചുക്കയും ആ ഒരു വെജിറ്റബിൾ റൈസും ആ ഒരു കോംബോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു ചിക്കൻ ചുക്ക ഉണ്ടല്ലോ, നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും വൺസ് ട്രൈ ചെയ്ത് നോക്കിട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. ഗീ റൈസിൻ്റെ കൂടെ ഈ പൊറാട്ട ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ സംഭവം നല്ലപോലെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ട്രൈ ചെയ്ത് നോക്കി. അപ്പം ഞാൻ വേഗം പോയി ലഞ്ച് കഴിക്കട്ടെ. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് നേരം ഞാൻ റെസ്റ്റ് എടുത്തതിന് ശേഷം രാത്രിക്കത്തേക്കുള്ള സംഭവം എന്തെങ്കിലും റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഞാനിന്ന് പാസ്ത ഉണ്ടാക്കണമെന്ന് ഇനി വിചാരിച്ചത്. പക്ഷെ ഉച്ചയ്ക്ക് അത്യാവശ്യം ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചതുകൊണ്ട് തന്നെ രാത്രി പാസ്ത കഴിച്ചാൽ ശരിയാവില്ല എന്ന് തോന്നി. എന്തെങ്കിലും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ടൊരു ചിക്കന് ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. എയർ ഫ്രയറിൽ ഒരു സിമ്പിൾ മസാല വെച്ചിട്ട് ഗ്രില്ല് ചെയ്യാം. പിന്നെ കുറച്ച് റൈസ് ബാക്കിയുണ്ട്. പിന്നെ വേണമെങ്കിൽ ചപ്പാത്തി ഉണ്ട് ഫ്രിഡ്ജിൽ, അതും ചൂടാക്കാമെന്ന് വിചാരിച്ചു. ചപ്പാത്തി, ഫ്രോസൺ ചപ്പാത്തി ഉണ്ട്, അത് ചൂടാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ചിക്കൻ ഗ്രില്ല് ചെയ്യാണ്. ആദ്യം ബട്ടറിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി, ഗരം മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, പിന്നെ ലെമൺ ജ്യൂസ്. അത് വിനിഗർ ചേർക്കണം കേട്ടോ. ലെമൺ ജ്യൂസ് തന്നെ ചേർക്കുന്നതായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ്. പിന്നെ കുറച്ച് റോസ്മേരി കൂടി ഇട്ടിട്ട് ഈ മസാല ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഞാൻ മസാല മിക്സ് ചെയ്യാതെ ചിക്കൻ അങ്ങനെ ഇട്ടുപോയി. ചിക്കൻ മസാല മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ചിക്കൻ ഇട്ട് കൊടുത്താൽ മതി. അതായിരിക്കും ഒന്നുകൂടി സുഖം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. ഈ പൊടികളൊക്കെ ഈ ഒരു ബട്ടറിലേക്ക് ഇടുന്നതുകൊണ്ട് തന്നെ ഇനി എയർ ഫ്രയറിൽ വെക്കുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ ഓയിൽ സ്പ്രേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ വെച്ചിട്ട് എയർ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാട്ടോ എടുത്തത്. കാരണം ഇവിടെ ഹെസക്കും മിസാക്കും എനിക്കും ഈ ചിക്കന് സ്കിന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല മുരിഞ്ഞ പീസ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സ്കിന്നോട് കൂടിയുള്ള ചിക്കനാണ് എടുത്തത്. അതുപോലെ തന്നെ ചിക്കന് ഞാൻ കഴുകിയതിന് ശേഷം കുറച്ച് നേരം വരെ ഞാൻ ഒരു അരമണിക്കൂറെങ്കിലും വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള വെള്ളം ഞാൻ ടിഷ്യൂട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ട് ചിക്കന് നല്ലപോലെ അതിന് കുത്തി കൊടുത്തിരിക്കണം കേട്ടോ. ആ ഒരു മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാനിപ്പോൾ ഇത് ഏകദേശം 1 മണിക്കൂറൊക്കെ മസാല തേച്ച് വെക്കാനുള്ള ടൈം എനിക്കുള്ളൂ. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ തേച്ച് വെക്കാനുള്ളൊരു ടൈം എനിക്കുള്ളൂ ഇതിനും. അപ്പം ഞാൻ നല്ലപോലെ കുത്തി കൊടുത്തിട്ട് മസാല എല്ലാ സ്ഥലത്തേക്കും ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പം സാധനം സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊരു 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം 1 മണിക്കൂറെങ്കിലും മാക്സിമം വെക്കണം. എന്നിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പം കുറച്ച് നേരം ത്രെഡ്മില്ലിലൊക്കെ ഓടിയതാണ്. അപ്പോൾ ഇനിയിപ്പം ഡിന്നറിൻ്റെ ടൈം ആയിരിക്കണം. പിന്നെ ഓൾറെഡി ഞാൻ ചിക്കന് മസാല തേച്ച് വെച്ചതിനോണ്ട് അതിന് എയർ ഫ്രയറിലേക്ക് വെക്കാനേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഏതായാലും ഞാൻ വിചാരിച്ചു എയർ ഫ്രയറിൽ ചിക്കൻ വെച്ചിട്ട് പിന്നെ എനിക്കിവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനൊരു 4-5 ദിവസമായിട്ടാണ് വീണ്ടും ത്രെഡ്മില്ല് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് കേട്ടോ. കാരണം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് യൂസ് ചെയ്തിട്ട് പിന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു റുട്ടീൻ അങ്ങനെയാണ്. ത്രെഡ്മില്ലിൽ ഓടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജസ്റ്റ് എന്തായാലും വേറെ ആറിയിട്ടല്ലേ നമുക്ക് മേലേക്കാനും കുളിക്കാനും പറ്റുള്ളൂ. അപ്പം ആ ഒരു സമയത്ത് എൻ്റെ ക്ലീനിങ്ങും പാടി ചെയ്യും. എന്നിട്ടാണ് ഞാൻ പോയിട്ട് ഫ്രഷ് ആവല്. അപ്പം ഞാനിപ്പോൾ വിചാരിച്ചു ഓൾറെഡി എയർ ഫ്രയറിൽ ചിക്കൻ ഇടാം. അതെന്തായാലും കുറച്ച് ടൈം എടുക്കുമല്ലോ. 2 ബാച്ചായിട്ട് ഇടേണ്ടി വരും, ഒരൊറ്റ ബാച്ചായിട്ട് പോകില്ല സംഭവം. അപ്പം 2 തവണ ആയിട്ട് ഇടേണ്ടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു എയർ ഫ്രയറിൽ ഇട്ടിട്ട് പിന്നെ ക്ലീൻ ചെയ്ത് മേലേക്ക് കഴുകി വരുമ്പോഴേക്കും സെറ്റാവും അതൊക്കെ. അപ്പം ഇന്നത്തെ ഡിന്നറും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് ഹുമ്മൂസ് ഉണ്ടാക്കി. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഹുമ്മൂസ് ഉണ്ടാക്കുന്നത്. സംഭവം നല്ല സെറ്റായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം വേഗം പോയിട്ട് ഡിന്നർ കഴിക്കട്ടെ. എന്താ
ഞാൻ വേറെ ഒന്നും എടുക്കുന്നില്ല കേട്ടോ, ചപ്പാത്തി കാര്യങ്ങളൊന്നും എടുക്കില്ല, ജസ്റ്റ് ചിക്കനും ഹുമ്മൂസും മാത്രം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്